യൂത്തനേഷ്യയെ കുറിച്ചാണ് പറയുന്നത്. ദയാവധം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ തലൈക്കൂത്തൽ എന്ന് പറയുന്ന സംഗതിയും ദയാവധം എന്ന രീതിയിലാണ് ആളുകൾ അംഗീകരിക്കുന്നത്. കാരണം അതൊരു ആഘോഷവും മോക്ഷം കിട്ടാനുള്ളൊരു വഴിയും ജനങ്ങളുടെ കാര്യം വെച്ചാൽ അവർ നോ മോർ, അവർ എന്താ പറയുന്ന ഒരു ഏണിംഗ് യൂണിറ്റ് അല്ല, അവർക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഇതിലെല്ലാം പ്രശ്നം ഈ ടെർമിനൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവർക്കൊരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അവരുടെ നിലവിലുള്ള അവസ്ഥ വളരെ പെയിൻഫുള്ളാണ്. അത് അവർക്കും പ്രശ്നമാണ്, മറ്റുള്ളവർക്കും പ്രശ്നമാണ് എന്നുള്ള അവസ്ഥയിലുള്ളവരുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർ സ്വയം ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഒരു വേദന രഹിതമായ മരണം സ്റ്റേറ്റ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട് എന്നുള്ള വാദമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന വാദം. അതാണ് കാരണം. ഇതിൻ്റെ മിസ്യൂസ് ആണ് പലരും പറയുന്നത്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ അബ്യൂസ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കിതിനെ ജെന്യുവനായിട്ടുള്ള കേസുകൾ എടുക്കാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ തന്നെ എന്തായാലും അതൊരു കൊലപാതകത്തിലായിരിക്കും കലാശിക്കുന്നത്. വേറെ ഏതെങ്കിലും രീതിയിൽ ഉടായ്പ വഴി വസ്തുവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ശല്യം ഒഴിവാക്കാനോ ഭാരം ഒഴിവാക്കാനോ ആളുകൾ നീക്കം ചെയ്യും. എന്നാൽ ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ടെർമിനലി ഇല്ലാണ്, അവർക്ക് റിക്കവറി ചാൻസ് ഇല്ല എന്നൊരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ യൂത്തനേഷ്യയുടെ പ്രോസസ്സ് തുടങ്ങുക. അപ്പോൾ 7 or 8 തലങ്ങളിൽ അതിൻ്റെ രജിസ്ട്രേഷനുകളും വെരിഫിക്കേഷനുകളും നടക്കും. അപ്പോൾ ഒരിക്കലും അതൊരു മേർഡറോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു അപായപ്പെടുത്തലോ ഒന്നും ആവില്ല. അത് നിയമപരമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പലരും പല രീതിയിൽ കൊട്ടേഷൻ കൊടുക്കുന്നത്. മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ അവസ്ഥ മോശമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്നത്? ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അനസ്തേഷ്യ കൊടുക്കുന്നത് എന്തിനാണ്? അയാളുടെ വേദന ശമിപ്പിക്കാനല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോന്നും അവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാക്കാനും വേദന കുറയ്ക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനുമാണ്. ഇത് ജീവിതം അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടെ അവിടെ ഒരു പ്രശ്നമുള്ളത്, അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധർ വിധി എഴുതി കഴിഞ്ഞു. അങ്ങനെ ഒരു കണ്ടീഷനിൽ ആ വ്യക്തിക്ക് അവകാശമുണ്ട്, സ്റ്റേറ്റ് അത് ചെയ്തു കൊടുക്കണം. അത് അനുവദിക്കുന്നതിൽ ധാർമ്മികമായി യാതൊരു കുഴപ്പമില്ല. അത് വളരെ നല്ല കാര്യം. നമ്മുടെ സ്നേഹമാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ ആരും ജീവിക്കുന്നില്ലല്ലോ. അതിനെ കൊല്ലുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാം. ഇത് യുവർ ലൈഫ് ഇറ്റ് സെൽഫ് കടന്ന് മരിക്കും. എന്നാൽ അതിനു മുന്നേ അവർക്ക് റിക്കവറി ഇല്ല. ഇറ്റ്സ് ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള അവകാശം കൊടുക്കണം. അത് നിഷേധിക്കുന്നതാണ് മനുഷ്യാവകാശ ലംഘനം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. രാജ്യത്തെ നിയമങ്ങളൊന്നും അത്ര ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ബട്ട് ദാറ്റ് ഈസ് എൻ്റെ ഒരു 2 cents on that.